ഏഴാറ്റുമുഖം ഗണപതി എന്ന് നാട്ടുകാർ വിളിക്കുന്ന കൊമ്പനാണ്. കഴിഞ്ഞ ദിവസം മുതൽ ഇന്ന് പുലർച്ചെ മുതൽ ഒരു അവശ നിലയിൽ ആ പരിസരത്ത് പ്ലാന്റേഷനിൽ കണ്ടത്. പക്ഷേ ഇപ്പോഴാണ് പതുക്കെ നീങ്ങി തുടങ്ങുന്നു. അതേസമയം കോടനാട്ടിൽ നിന്നുള്ള പ്രത്യേക മെഡിക്കൽ സംഘം അങ്ങോട്ടേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട്. ലിഷോയ് വിവരങ്ങൾ നൽകും. ലിഷോയ്, ഇപ്പോൾ എങ്ങനെയാണ് ആന കൂടുതലായി വനാതിർത്തിയിലേക്ക് പോയോ? ഈ വിദഗ്ധ സംഘം എത്തിയതിനി അവർക്ക് പരിശോധിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകുമോ അവിടെ? നിലവിൽ രണ്ട് ഡോക്ടർമാരടങ്ങുന്ന സംഘം ഇപ്പോൾ ഈ വനാതിർത്തിയിലേക്ക് പോയിട്ടുണ്ട്. വനം വകുപ്പ് ഉദ്യോഗസ്ഥരും അവരുടെ കൂടെയുണ്ട്. RRT സംഘവും അവരുടെ കൂടെയുണ്ട്. അവർ ആനയുടെ അടുത്തെത്തിയിട്ടുണ്ട്. ആദ്യഘട്ടത്തിൽ ആനയെ നിരീക്ഷിച്ചതിൽ നിന്നും ആനയ്ക്ക് വെള്ളം ആവശ്യമാണെന്നാണ് അവർ കണ്ടെത്തിയിരിക്കുന്നത്. അങ്ങനെ വെള്ളം ലഭ്യമായ ഇടത്തേക്ക് ആനയെ ഇറക്കുക എന്നുള്ളതാണ് ആദ്യഘട്ട ഒരു പദ്ധതി എന്ന് പറയുന്നത്. അതാണിപ്പോൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. വനം വകുപ്പിൻ്റെ RRT സംഘത്തിൻ്റെ സഹായത്തോടു കൂടി ഇപ്പോൾ ഈ മേഖലയിലാണ്, അതായത് പ്ലാന്റേഷൻ മേഖല ഇപ്പുറത്താണ്. ഈ മേഖലയുടെ ഈ പ്ലാന്റേഷൻ ഏരിയയുടെ തൊട്ടപ്പുറത്ത്, അതായത് നമുക്ക് ഈ ദൃശ്യങ്ങൾ, അതായത് നമുക്ക് കണ്ണുകൊണ്ട് തന്നെ കാണാൻ സാധിക്കും ഈ പ്ലാന്റേഷൻ മേഖല അവസാനിക്കുന്ന ഇടം. അതിനപ്പുറത്താണ് വനാതിർത്തി ഉള്ളത്. അവിടെയാണ് നിലവിൽ കാട്ടാനയുള്ളത്. അവിടെ തന്നെയാണ് ഡോക്ടർമാരും RRT സംഘവും ഉൾപ്പെടുന്ന സംഘം ഉള്ളത്. ഇതിൻ്റെ ഈ എതിർവശത്താണ്, അതായത് ഈ കാണുന്ന ഈ പ്ലാന്റേഷൻ മേഖല തന്നെ ഇതിൻ്റെ അപ്പുറത്താണ്, ഈ റോഡിന് അപ്പുറത്താണ് ചാലക്കുടി പുഴ, അതിരപ്പള്ളി ഭാഗത്തു നിന്നും വരുന്ന ഈ പുഴയിലേക്കാണ് സ്ഥിരമായി ആനകൾ വെള്ളം കുടിക്കുന്നതിനും കുളിക്കുന്നതിനും എല്ലാം തന്നെയായി എത്താറുള്ളത്. ഈ ആനയ്ക്ക് നിർജ്ജലീകരണം ഉണ്ടായിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ഏറെ സമയം ഇന്നലെ രാവിലെ മുതൽ തന്നെ ആനയ്ക്ക് വെള്ളം ലഭിച്ചിട്ടില്ല. അങ്ങനെയെങ്കിൽ അത് ലഭ്യമാക്കുന്നതിന് വേണ്ടിയുള്ള നടപടികളാണ് ആദ്യം നടത്തുന്നത്. അതിനുവേണ്ടി നിലവിൽ ഈ കാട് കയറിപ്പോയ ആനയെ തിരിച്ചിറക്കി നേരെ ചാലക്കുടി പുഴയിലേക്ക് എത്തിക്കുന്നു. ചാലക്കുടി പുഴയിൽ നിന്ന് വെള്ളം ലഭ്യമാക്കുന്നതിന് വേണ്ടിയുള്ള നടപടികളാണ് ആദ്യം ചെയ്യുന്നത്. വെള്ളം ലഭ്യമായാൽ തന്നെ ആനയുടെ ഒരു ശാരീരിക പ്രശ്നങ്ങൾ ഒരു പരിധിവരെ ഒരു പക്ഷേ മാറ്റാൻ സാധിക്കുമെന്നുള്ളതാണ് വനംവകുപ്പിൻ്റെ ഒരു പ്രാഥമികമായ നിഗമനം. ഡോക്ടർമാരടങ്ങുന്ന സംഘം നിരീക്ഷിച്ചതിൽ നിന്നും ആദ്യഘട്ടത്തിൽ അതാണ് മനസ്സിലാക്കിയിരിക്കുന്നത്. പിന്നെ ഏതെങ്കിലും തരത്തിലുള്ള ചികിത്സകൾ ആവശ്യമാണോ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ അതിനുശേഷമായിരിക്കും തീരുമാനിക്കുക. എന്തായാലും 2 ഡോക്ടർമാരടങ്ങുന്ന സംഘം നിലവിൽ ഈ ആനയെ കണ്ട് നിരീക്ഷിക്കുകയാണ്. അതിനുശേഷമാണ് ഇപ്പോൾ വെള്ളം ലഭ്യമാക്കുന്നതിനുള്ള നടപടി ഉണ്ടായിരിക്കുന്നത്. ഇന്നലെ രാവിലെ മുതലാണ് ഈ ആനയെ ഈ മേഖലയിൽ തന്നെ കണ്ടത്. ഈ മേഖലയിൽ ഈ അല്പസമയം കിടക്കും, അതിനുശേഷം കുറച്ച് ദൂരം നടക്കും, വീണ്ടും കിടക്കും, കുറച്ച് ദൂരം നടക്കും. അങ്ങനെ വളരെ ആവശ്യമായ രീതിയിലാണ് ആനയെ കണ്ടത്. അതിനുശേഷം ഈ ആന ഇന്ന് രാവിലെ ആയപ്പോൾ ഞാൻ ഈ നിൽക്കുന്ന ഭാഗത്തിന് തൊട്ട് പുറകിലാണ് ഉണ്ടായിരുന്നത്. ഇവിടെ നിന്ന് ഏകദേശം ഒരു 100 മീറ്റർ കയറി ഇപ്പോൾ ആ കാടിൻ്റെ ഒരു അതിർത്തി പ്രദേശത്തേക്കാണ് നിലവിൽ ആന എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ആ ആനയെ ഇനിയിപ്പോൾ തുടർന്നുള്ള നടപടികൾക്ക് വേണ്ടിയുള്ള RRT സംഘവും വനംവകുപ്പ് സംഘവും ഡോക്ടർമാരടങ്ങുന്ന സംഘവും എല്ലാം തന്നെയാണ് നിലവിൽ അവിടെയുള്ളത്. അതിനുശേഷമായിരിക്കും തുടർ നടപടികൾ എന്തെല്ലാം ആവശ്യമാണെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ തീരുമാനിക്കുക. ശരി. അപ്പോൾ കടുത്ത ചൂട് തന്നെയാണ് ആനയെ ബുദ്ധിമുട്ടിലാക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്.